ന്യൂസ് അപ്ഡേറ്റ്സ് ആദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. അൻവർ സാദത്ത് MLA കുടുംബത്തെയും സൈബർ തട്ടിപ്പിന് ഇരയാക്കാൻ ശ്രമം. മകൾ ലഹരിക്കേസിൽ ഡൽഹി പോലീസിന്റെ പിടിയിലായി എന്ന വ്യാജ സന്ദേശം നൽകിയാണ് തട്ടിപ്പിന് ശ്രമം നടന്നത്. പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന തട്ടിപ്പ് സംഘം MLA ഭാര്യയെയാണ് ഫോണിൽ ബന്ധപ്പെട്ടത്. മകളെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴാണ് തട്ടിപ്പാണ് എന്ന് തിരിച്ചറിഞ്ഞത്. MLA പരാതിയിൽ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ടോം കുര്യാക്കോസാണ് ചേരുന്നത്. ടോം, ഇത്തരത്തിൽ അതായത് കേരളത്തിലെ തന്നെ പല പ്രമുഖരും ഈ തട്ടിപ്പിന് വിധേയരാക്കപ്പെട്ട സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. എന്തായിരുന്നു ഈ സൈബർ തട്ടിപ്പ് സംഘത്തിന്റെ ലക്ഷ്യം? ഏത് രീതിയിലാണ് ഇവർ അൻവർ സാദത്തിന്റെ കുടുംബത്തെ ബന്ധപ്പെട്ടത്? അഭിലാഷ്, ഇന്നലെ രാവിലെ 11 മണിക്കാണ് അൻവർ സാദത്ത് MLA ഭാര്യയുടെ ഫോണിലേക്ക് ഡൽഹിയിൽ നിന്ന് ഒരു ഫോൺ കോൾ വരുന്നത്. അതായത് ഒരു ഡൽഹിയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എന്ന വ്യാജേനയാണ് വാട്സാപ്പിലേക്ക് ഈ ഫോൺ സന്ദേശം എത്തുന്നത്. അതിന്റെ പ്രൊഫൈൽ പിക്കായി ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ ചിത്രം കൂടി കാണാം. അതുകൊണ്ട് തന്നെ ഇവർ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് MLA ഭാര്യ വിശ്വസിച്ചു. ഈ ഫോണിൽ പറഞ്ഞ സന്ദേശം ഇതാണ്: നിങ്ങളുടെ മകൾ ഒരു ലഹരി കേസിൽ പിടിയിലായി, ഡൽഹി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അതിനുശേഷം പിന്നീട് ചോദിച്ചു, മകളുടെ പേര് കൃത്യമായി പറഞ്ഞു, മകൾ എവിടെയാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു. അതോടെ MLA ഭാര്യ ഭയന്നുപോയി. പിന്നീട് അൻവർ സാദത്ത് MLA ആലുവയിൽ ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു. MLA ഫോണിലേക്ക് വിളിച്ച് ഇക്കാര്യങ്ങൾ ഭാര്യ അറിയിച്ചു. അൻവർ സാദത്ത് MLA ഉടൻ തന്നെ മകളെ വിളിച്ചെങ്കിലും ആദ്യം ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. പിന്നീട് 15 മിനിറ്റിന് ശേഷം അൻവർ സാദത്ത് MLA മകൾ തിരികെ MLA ഫോണിലേക്ക് വിളിക്കുന്നു. ആ സമയം ക്ലാസ്സിലായിരുന്നു, അതുകൊണ്ടാണ് എടുക്കാൻ കഴിയാതിരുന്നത്. പിന്നീടാണ് ഇവർക്ക് മനസ്സിലായത് ഇതൊരു തട്ടിപ്പാണ്, സൈബർ തട്ടിപ്പിന്റെ ഭാഗമായി നടന്ന ഒരു ശ്രമമായിരുന്നു, ഒരു പണം തട്ടാനുള്ള ശ്രമമായിരുന്നു എന്ന് വ്യക്തമായത്. ഉടൻ തന്നെ അൻവർ സാദത്ത് ആലുവ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ആലുവ റൂറൽ പോലീസിന്റെ കീഴിലുള്ള സൈബർ പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ സമാനമായ രീതിയിൽ സംസ്ഥാനത്തെ വിവിധ തലത്തിലുള്ള പ്രമുഖരെ, വിവിധ മേഖലകളിലുള്ള പ്രമുഖരിൽ നിന്നും സമാനമായ രീതിയിൽ പണം തട്ടാൻ ശ്രമം നടന്നിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സംഗീത സംവിധായകൻ ജെറി അമൽദേവിനെ വെർച്വൽ അറസ്റ്റിലാക്കി എന്ന രീതിയിൽ വലിയ രീതിയിൽ ഒരു പണം തട്ടാനുള്ള 1,70,000 രൂപ തട്ടാനുള്ള ശ്രമം ഉണ്ടായത്. അദ്ദേഹം ആദ്യം ഈ ജെറി അമൽദേവ് ഭയന്ന് വിറച്ചിരുന്നു. പിന്നീട് ഈ പണം ഈ തട്ടിപ്പ് സംഘത്തിന് അയക്കാനായി ബാങ്കിൽ എത്തിയപ്പോഴാണ് തട്ടിപ്പ് തിരിച്ചറിഞ്ഞത്. ഇതിനു മുൻപ് യാക്കോബായ സഭയുടെ മെത്രാപ്പൊലീത്ത കൂർലോസ് തിരുമേനിയെയും സമാനമായ രീതിയിൽ വെർച്വൽ അറസ്റ്റ് എന്ന പേരിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്തിരുന്നു. ഇപ്പോൾ ഈ സമീപകാലത്ത് സമാനമായ രീതിയിൽ വലിയ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. പല അഭ്യസ്തവിദ്യരായിട്ടുള്ളവർ, നിരവധി പ്രമുഖരൊക്കെ ഈ തട്ടിപ്പിന്റെ ഇരകളാകുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ പലരും ഒന്ന് ഭയന്ന് വിറച്ചു പോകും. കാരണം സ്വന്തം മകൾ ഈ ഒരു ലഹരി കേസിൽ പിടിയിലായെന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ആരും ഭയന്നു പോകാം. ചിലർക്ക് വെർച്വൽ അറസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഭയന്നു പോകാം. ഇവിടെ ഈ അൻവർ സാദത്ത് കൃത്യമായി ഇടപെട്ടതുകൊണ്ട്, ഇതുപോലുള്ള തട്ടിപ്പിനെ കുറിച്ച് പലപ്പോഴും അറിവുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു ഈ കെണിയിൽ അവർ കുടുങ്ങാതിരുന്നത്. കാരണം ഉടൻ തന്നെ മകളെ ബന്ധപ്പെടാൻ കഴിയുന്നു. പിന്നീട് ആദ്യഘട്ടത്തിൽ മകൾ ഫോണിൽ മകളെ ബന്ധപ്പെടാൻ